Hi all, welcome to CC Plus. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് 9 നവോദയ എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളുടെ എക്സാം ഡേറ്റ് വന്നല്ലോ, ഫെബ്രുവരി 8 അല്ലേ? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പഠിച്ചോളുക. അപ്പോൾ നമ്മൾ ഇന്ന് മാത്സിലെ കുറച്ച് പെർസെൻറ്റേജ് എന്നുള്ള ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 50% ഓഫ് എക്സ് മൈനസ് വൈ ഈസ് equal to 30% of x plus y, then what percent of x is y? പെർസെൻറ്റേജിൽ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. x is what percent of y എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? x by y into 100. ക്ലിയർ ആണോ? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. x is what percent of y? x വൈയുടെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ എക്സ് ബൈ വൈ ഇൻറ്റു 100. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ പറഞ്ഞ് ഈ ഓഫ് വരുന്നത് താഴെ വരിക എന്ന് ആലോചിച്ചാൽ മതി. ഇത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, പക്ഷെ ഒന്ന് തിരിച്ചു ചോദിച്ചേക്കുക. വാട്ട് പെർസെന്റ് ഓഫ് എക്സ് ഈസ് വൈ? എക്സിന്റെ എത്ര ശതമാനമാണ് വൈ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്? വൈ ഓഫ് വരുന്നത് എക്സിനല്ലേ, വൈ ബൈ എക്സ് ഇൻറ്റു 100 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം എങ്ങനെ ചെയ്യാം? സോൾവ് ചെയ്യാം. 50% ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 30% ഓഫ് എക്സ് പ്ലസ് വൈ. ക്ലിയർ അല്ലേ? എക്സ് പെർസെൻറ്റേജ് എക്സ് ബൈ 100 അല്ലേ? സോ 50/100 ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 30 ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ 100 അല്ലേ? ഇനി ഡിനോമിനേറ്റർ കട്ട് ചെയ്യാമല്ലോ. സോ ഈ 100ഉം 100ഉം കട്ട് ചെയ്ത് പോയി. പിന്നെ ഇവിടുത്തെ ഈ സീറോയും പോകുമല്ലോ അല്ലേ? കോമൺ ഉള്ളത്. ഇതിപ്പം എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അല്ലെ, ഇവിടെ ഇപ്പൊ കോമൺ ആയിട്ടല്ലേ 50 കോമൺ എടുത്തേക്കുന്നു, 13 കോമൺ എടുത്തേക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ന്യൂമറേറ്റർ കോമൺ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം, ഡിനോമിനേറ്റർ കോമൺ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം അല്ലെ? അപ്പൊ അതേപോലെ നമുക്ക് കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ബാക്കി എന്ത് വരും? 5 into x minus y will be equal to 3 into x plus y. That is 5x minus 5y equal to 3x plus 3y. ഇനി x എല്ലാം ഒരു സൈഡിലും y എല്ലാം ഒരു സൈഡിലൂടെ കൊണ്ടുപോയി നമുക്ക് എങ്ങനെ ചെയ്യാം? 5x minus 3x equal to എന്ത് വരും? 3y plus 5y. That is 2x equal to 8y. ഇനി ക്യാൻസൽ ചെയ്തേ. ഇവിടെ 2 ഇതിവിടെ കട്ട് ചെയ്താൽ 4 ആയി. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 4y. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് y ബൈ എക്സ് അല്ലേ? അങ്ങനെ ഒന്ന് എഴുതിയേ. y ബൈ എക്സ് വിൽ ബി ഈക്വൽ ടു എന്താ? വൈയുടെ കൂടെ 4, അപ്പോൾ താഴെ വരും അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേപോലെ തന്നെ കിട്ടണം. അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, y ബൈ എക്സ് ഈക്വൽ 1/5. ക്രോസ് മൾട്ടിപ്ലൈ ഇവിടെ മേളിലെ 4 വന്നെങ്കിൽ 4 ഇൻറ്റു എക്സ് എന്നേ വരത്തുള്ളൂ. അങ്ങനെയല്ലല്ലോ, 4 ഇൻറ്റു വൈ അല്ലേ? സോ 4y ഈക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് y ബൈ എക്സ് ഈക്വൽ ടു 1/4 വന്നു. അപ്പൊ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? y ബൈ എക്സ് ഇൻറ്റു 100, അത്രയും പെർസെൻറ്റേജ് ആണ് അല്ലേ? വാട്ട് പെർസെന്റ് ഓഫ് എക്സ് ഈസ് y? ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 100, 25%. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഇനി ഇത് ഇങ്ങനെ ചെയ്തത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പെർസെൻറ്റേജ് തന്നെ എടുത്ത് കോമൺ ആക്കി നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, 30% ഓഫ് എക്സ് പ്ലസ്, അതൊക്കെ നമ്മളുടെ ഇഷ്ടം. ഇവിടെ പെർസെൻറ്റേജ് ബൈ 100 പെർസെൻറ്റേജ് കട്ട് ചെയ്ത് നമ്മളിപ്പോൾ ചെയ്തു അല്ലേ? ഇനി അല്ല എന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് അകത്തോട്ടാക്കാം. 50% ഓഫ് എക്സ് മൈനസ് 50% ഓഫ് വൈ ഈക്വൽ ടു, ഇനി അടുത്ത് കൊടുക്കാം 30% ഓഫ് എക്സ് പ്ലസ് 30% ഓഫ് വൈ. ഇങ്ങനെ എഴുതാമല്ലോ. എന്നിട്ട് എന്താ? എക്സ് ഒരിടത്ത് വൈ ഒരിടത്ത്. അപ്പൊ എന്തോ ഈ 30 ഇവിടെ വരുമ്പോഴത്തേക്ക് 50% ഓഫ് എക്സ് മൈനസ് 30% ഓഫ് എക്സ്. ഈ മൈനസ് 50 അപ്പുറത്ത് പോകുമ്പോൾ അത് പ്ലസ് ആയി. 50% ഓഫ് വൈ പ്ലസ് 30% ഓഫ് വൈ. അങ്ങനെ വരുമ്പോൾ എന്തായി? 20% ഓഫ് എക്സ് ഈക്വൽ ടു 80% ഓഫ് വൈ. ഇനിയും വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം അല്ലെ? ബൈ 100 എടുത്ത് അതേപോലെ കട്ടില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ 20x ഈക്വൽ ടു 80y എന്നായി. ദാറ്റ് ഈസ് x ഈക്വൽ ടു 4y. ദാറ്റ് ഈസ് y ബൈ എക്സ് വിൽ ബി ഈക്വൽ ടു 1/4. ഈ 1/4 ഇൻറ്റു 100 നേരത്തെ ചെയ്തതുപോലെ. ക്ലിയർ അല്ലേ? ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം.
Next question. If 15% of 40 is greater than 25% of a number by 2, then the number is. എന്താണ്? 15% of 40 is greater than 25% of a number by 2. 15% of 40 എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ, അത് നമുക്ക് എക്സ് എന്ന് പറയാമേ. 25% ഓഫ് നമ്പറിനെക്കാട്ടിലും 2 കൂടുതലാണ്, ഗ്രേറ്റർ അല്ലെ, മോർ എന്നൊക്കെ പറഞ്ഞാൽ പ്ലസ് ചെയ്യുക, ഇനി ലെസ് എന്നൊക്കെ പറഞ്ഞാൽ മൈനസ് ചെയ്യുക അല്ലെ. 25% ഓഫ് എക്സ് പ്ലസ് 2 ആണ്. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? ഓക്കെ, നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലും എക്സ് ഒരു സൈഡിലും ഇടുക. ഓക്കെ, 15% ഓഫ് 40 ഞാൻ 15/100 ഇൻറ്റു 40. ഇനി ഈ 2 ഇങ്ങനെ വരുമ്പോഴത്തേക്ക് -2 ഈക്വൽ ടു 25% ഓഫ് എക്സ്. സോൾവ് ചെയ്തേ. 0 zeros കട്ട് ചെയ്യാം. 15ഉം 10ഉം കൂടെ കട്ട് ചെയ്തേ. 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 ആയി, ഇവിടെ 2 ആയി. ഈ 2 ഇവിടെ കട്ട് ചെയ്താൽ 2. ഓക്കെ, അപ്പോൾ എന്ത് വരും? 3 × 2 6. 6 - 2 വിൽ ബി ഈക്വൽ ടു 25/100 ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ എന്ത് വന്നു? 4 ഈക്വൽ ടു ഇവിടെ 1/4 അല്ലെ, ദാറ്റ് ഈസ് x/4. ദിസ് എക്സ് വിൽ ബി ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 4 16. സോ എക്സിന്റെ വാല്യൂ എന്ത് വന്നു? 16. ഓപ്ഷൻ ബി 16. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 35% of a number is 12 less than 50% of that number, then find the number. ഏതോ ഒരു നമ്പർ, അത് നമുക്ക് എക്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, 35% ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറയുന്നത് ഈസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു എന്നിട്ടുള്ളത്, ഈക്വൽ ടു 12 ലെസ് ദാൻ 50% ഓഫ് ദാറ്റ് നമ്പർ. 50% ഓഫ് എക്സിനെക്കാട്ടിലും 12 കുറവാണ്. ദാറ്റ് ഈസ് 50% ഓഫ് എക്സ് മൈനസ് 12. അപ്പൊ എക്സിൽ ഒരു ഇക്വേഷൻ ആയി. ഇനി ഇത് സോൾവ് ചെയ്താൽ എക്സ് കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. ഈ 35 നമുക്ക് ഈ സൈഡിലോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? അത് മൈനസ് ആവും. ദെൻ നമ്പർ ഈ 12ന് ഈക്വൽ ടു ഈ സൈഡ് പോകുമ്പോൾ അത് പ്ലസ് ആയി. ഓക്കെ, +12. സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് 15. 50 - 35, 15% ഓഫ് എക്സ് ഈക്വൽ ടു 12. Okay, solving 15/100 of x will be equal to 12. That is, x will be equal to 12 into 100/15. Solve ചെയ്തേ. കോമൺ ഉള്ളത് ക്യാൻസൽ ചെയ്തേ. 3 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി, ഇവിടെ 5 ആയി. 500 കൂടെ കട്ട് ചെയ്താൽ 20. That is 4 × 20, 80%. 80 നമ്പർ ആണ് 80. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 60% of students in a school are boys. If the number of girls in the school is 300, then number of boys. ഒരു സ്കൂളിൽ 60% ടോട്ടൽ സ്റ്റുഡൻസിന്റെ 60% ബോയ്സ് ആണ് അല്ലെ. ഒരു സ്കൂളിലെ ടോട്ടൽ സ്റ്റുഡൻസിന്റെ 60% അത് ബോയ്സ് ആണ്. എങ്കിൽ ഗേൾസ് എത്രയാണ്? ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100%. ബോയ്സ് 60% ആണെങ്കിൽ ഗേൾസ് എത്ര ആയിരിക്കും? 100 - 60. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഗേൾസ് എന്ന് പറഞ്ഞാൽ 40% ആണ്. ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ 300 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ടോട്ടൽ എക്സ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിന്റെ 40% ഗേൾസ് ആണ് അല്ലെ. 40% ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 300 ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 60% ഓഫ് എക്സ്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. 40% 300 ആണെങ്കിൽ 60% എത്ര ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇൻ കേസ് നമുക്കിപ്പോൾ ഇതുപോലെ ചെയ്യാം. 40/100 ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 300. ദാറ്റ് ഈസ് 40x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 300 × 100. ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു 300 × 100/40. ഓക്കെ അല്ലേ? സോൾവ് ചെയ്യാം. 0 കട്ട് ചെയ്തു. 4 ഇവിടെ കട്ട് ചെയ്യാം. 25. It is 25 × 30, 750. ക്ലിയർ അല്ലേ? അപ്പം 750 ആണ് ടോട്ടൽ സ്റ്റുഡൻസ്. ഗേൾസിന്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് 300. എങ്കിൽ ബോയ്സിന്റെ എണ്ണം മൈനസ് ചെയ്താൽ പോരായോ? അല്ലെങ്കിൽ 60% ഓഫ് 750. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് മൈനസ് ചെയ്താലും കിട്ടും 5, 450. സോ എന്തുവരും? ഓപ്ഷൻ ബി 450 ആണ് നമ്പർ ഓഫ് ബോയ്സ്. ഇനി ടോട്ടൽ ആയിരുന്നു ചോദിച്ചെങ്കിൽ 750. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of number of boys and girls in a school is 3:2. If 20% of boys and 30% of girls are scholarship holders, the percent of students who are not scholarship holders is. അതായത്
ഒരു ബോയ്സിന് ഒരു സ്കൂളിലെ ബോയ്സിന്റെയും ഗേൾസിന്റെ എണ്ണം 3:2 ആണ്. റേഷ്യോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3:2 ആണെങ്കിൽ നമുക്ക് പറയാം ബോയ്സ് 3x ഉണ്ടെന്നും ഗേൾസ് 2x ഉണ്ടെന്നും നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ബോയ്സിന്റെ 20% സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടി. നമുക്ക് വേണ്ടത് കിട്ടാത്തവരേതാണ്? നോട്ട് കിട്ടാത്തവരെന്ന് പറഞ്ഞാൽ 20% കിട്ടിയെങ്കിൽ കിട്ടാത്തവര് 80%, അല്ലെ? 80% ഓഫ് 3x ആണ് കിട്ടാത്തവര് ബോയ്സിൽ. ഇനി ഗേൾസിൽ കിട്ടാത്തവരോ? 30% ഓഫ് ഗേൾസിന് സ്കോളർഷിപ്പ് കിട്ടി എങ്കിൽ കിട്ടാത്തവർ എത്ര ആയിരിക്കും? 70% ഓഫ് 2x ആണ് കിട്ടാത്തവര്. ക്ലിയർ അല്ലേ? അപ്പൊ മൊത്തത്തിൽ സ്കോളർഷിപ്പ് കിട്ടാത്തവരെന്ന് പറഞ്ഞാൽ 80% ഓഫ് 3x പ്ലസ് 70% ഓഫ് 2x ആണ്. അതൊന്ന് നമുക്ക് സോൾവ് ചെയ്യാം. 80/100 ഓഫ് 3x പ്ലസ് 70/100 ഓഫ് 2x. ഓക്കെ, കട്ട് ചെയ്ത് 0 ക്യാൻസൽ ചെയ്താൽ എന്തൊരും 24x/10 പ്ലസ് ഇവിടെ 0 ക്യാൻസൽ ചെയ്താൽ 14x/10 ദാറ്റ് ഈസ് 38x/10 എന്ന് കിട്ടി. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5 ആയി, ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 19, അല്ലെ? 19x/5 ആണ് സ്കോളർഷിപ്പ് കിട്ടാത്തവരാണ്. നമുക്ക് വേണ്ടത് അവരുടെ പെർസെൻറ്റേജ്, സ്കോളർഷിപ്പ് കിട്ടാത്തവരുടെ പെർസെൻറ്റേജ്. അത് എന്ത് ചെയ്യണം? സ്കോളർഷിപ്പ് കിട്ടാത്തവരുടെ എണ്ണം 19x/5, അല്ലെ? ബൈ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ബോയ്സ് 3x ഉണ്ട്, ഗേൾസ് 2x ഉണ്ട്. അപ്പൊ ടോട്ടൽ 5x, അല്ലെ? 5x into 100. എന്തിന്റെയും പെർസെൻറ്റേജ് കാണും. ചിലപ്പോൾ ബോയ്സിന്റെ പെർസെൻറ്റേജ് കാണാൻ ബോയ്സിന്റെ എണ്ണം ബൈ ടോട്ടൽ into 100, അല്ലെ? അപ്പൊ നമ്മുടെ മാർക്ക് പെർസെൻറ്റേജ് കാണാൻ എന്ത്? നമ്മുടെ മാർക്ക് ബൈ ടോട്ടൽ into 100. അതേപോലെ ഇവിടെ സ്കോളർഷിപ്പ് കിട്ടാത്തവരുടെ പെർസെൻറ്റേജ് ആണ് വേണ്ടത്. സ്കോളർഷിപ്പ് കിട്ടാത്തവരുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഇൻ ടേംസ് ഓഫ് എക്സ് മതി, അല്ലെ? 19/5x ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x plus 2x into 100. ഇത് സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ. ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്നേ? 19x/5 into 1/5x into 100. ഇവിടെ 5, ഇതിവിടെ 4 ആയി. ദാറ്റ് ഈസ് 19 into 4, അല്ലെ? ദാറ്റ് ഈസ് എന്ത് വരും? 76%. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 76%. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സാമിനേഷൻ it is required to get 36% of maximum mark to pass. A student got 113 marks and was declared failed by 85 marks. Then the maximum mark. ഒരു എക്സാമിന് ഒരു കുട്ടിക്ക് പാസ് ആവണമെങ്കിൽ ടോട്ടൽ മാർക്കിന്റെ 36% കിട്ടണം. എന്നാൽ ആ കുട്ടിക്ക് 113 മാർക്സ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ കുട്ടി എന്ത് ചെയ്തു? 85 മാർക്സിനാണ് ഫെയിൽ ആയേക്കുന്നത്. എങ്കിൽ അവിടുത്തെ മാക്സിമം മാർക്ക് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പം നമ്മൾ പറയുവാണ് എനിക്കിപ്പോൾ 15 മാർക്ക് കിട്ടി, ഞാൻ 5 മാർക്കിന് ഫെയിൽ ആയി എന്ന് പറഞ്ഞാൽ എൻ്റെ പാസ് മാർക്ക് എന്തായിരിക്കും? 15ന്റെ കൂടെ ആ 5ഉം കൂടെ കൂട്ടുന്നതായിരിക്കും എൻ്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ കുട്ടിക്ക് 113 മാർക്സ് കിട്ടി, എന്നിട്ട് 85 മാർക്കിന് ഫെയിൽ ആയി എന്ന് വെച്ചാൽ ആ 85ഉം കൂടെ കൂട്ടുന്നതായിരിക്കും ആ ഒരു എക്സാമിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8, 9, 198. അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ പാസ് മാർക്ക് പറയുന്നുണ്ട്. ടോട്ടൽ മാർക്കിന്റെ 36% ആണെന്ന്. അതായത് 36%, ഞാൻ പറയുവാണ് മാക്സിമം മാർക്ക് എക്സ് എന്ന് എടുത്താൽ 36% ഓഫ് എക്സ് ആണ് 198. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് മാക്സിമം മാർക്കായ എക്സ് കിട്ടത്തില്ലേ? ക്ലിയർ ആണോ? സോ 36/100 എക്സ് വിൽ ബി ഈക്വൽ ടു 198. എക്സ് വിൽ ബി ഈക്വൽ ടു 198 into 100/36. കട്ട് ചെയ്യുക. 36 into എന്തോരും 9 വെച്ച് കട്ട് ചെയ്തേ. ഇവിടെ 4, ഇവിടെ 22. ഇനി ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 11. ക്ലിയർ ആണോ? ദെൻ ഈ 11ഉം ഇവിടെ 100ഉം കൂടെ കട്ട് ചെയ്താൽ 50. ദാറ്റ് ഈസ് 550 ആണ് ഇവിടുത്തെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി 550. ക്ലിയർ അല്ലേ? അതായത് പാസ് മാർക്ക് തന്നെ രണ്ട് രീതിയിൽ പറയുന്നു. മാർക്കിന്റെ രീതി പറയുന്നത്, അതായത് 113 മാർക്ക് കിട്ടി, അതിന്റെ ആ മാർക്ക് അയാൾക്ക് കിട്ടിയെങ്കിലും 85 മാർക്കിന് ഫെയിൽ ആയി എന്ന് വെച്ചാൽ 85 കൂടെ കൂട്ടുന്നതാണ് പാസ് മാർക്ക്. അതുപോലെ തന്നെ പാസ് മാർക്ക് മറ്റൊരു രീതിയിൽ പറയുവാണ് 36% ഓഫ് ടോട്ടൽ മാർക്കാണ്. അപ്പൊ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നു. ക്ലിയർ അല്ലേ?
ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ എക്സാം ഡേറ്റിംഗ് അടുത്തു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ 30 ഡേയുടെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും വർക്ക്ഷീറ്റ് ബുക്സും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ്. നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9496949929. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. സമയം വളരെ കുറവാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്